അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ടാം ഘട്ട പ്രിലിമിനറി പരീക്ഷയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞത് അല്ലേ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരീക്ഷ എങ്ങനെയായിരിക്കും എന്ന ഒരു ആകാംക്ഷയോടെയാണ് പല ഉദ്യോഗാർത്ഥികളും ഇന്ന് പരീക്ഷയെ സമീപിച്ചത്. ഇന്നത്തെ പരീക്ഷ അറ്റൻഡർ ഗ്രേഡ് 2 സെയിൽസ്മാൻ സെയിൽസ്വുമൺ അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ ആദ്യം നമുക്ക് അതിൻ്റെ വേക്കൻസിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. സെയിൽസ്മാൻ അറ്റൻഡർ ഗ്രേഡ് 2-ൻ്റെ അതുപോലെ തന്നെ വേക്കൻസി എന്ന് പറയുന്നത് 2 വേക്കൻസിയാണ് നിലവിൽ ഉള്ളത്. അതായത് 037/2024 കാറ്റഗറിയിൽ വരുന്നത്. അതിൻ്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 16,500 35,700 അതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത്. അതുപോലെ തന്നെ 199/2024 അതിൻ്റെ അറ്റൻഡറിൻ്റെയും അതിന് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഉള്ളത്. അത് ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ 5,250 8,390 അതിൻ്റെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 328/2024 സെയിൽസ്മാൻ സെയിൽസ്വുമൺ അതിൻ്റെ 4,630 4,630 7,000 അതിൻ്റെ ശമ്പള സ്കെയില് പറയുന്നത്. നിലവിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയധികം ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രിലിമിനറി പരീക്ഷ ഇന്ന് രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം GK-ക്ക് 60 മാർക്കും അതുപോലെ തന്നെ ജനറൽ സയൻസ് അതായത് നാച്ചുറൽ സയൻസിന് 10 മാർക്കും ഫിസിക്കൽ സയൻസിന് 10 മാർക്കും അനുസരിച്ച് അങ്ങനെ 20 മാർക്കും ജനറൽ സയൻസിന്. കൂടാതെ കണക്കിൻ്റെ ഭാഗത്തുനിന്ന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ പരീക്ഷയെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറയുന്നുണ്ട്. ഒരു മീഡിയം ലെവലിലുള്ള എക്സാം ആയിട്ടാണ് ഇന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നെ വിളിച്ചപ്പോൾ, ഇപ്പോൾ ഈ തൊട്ട് മുമ്പ് വരെ ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പരീക്ഷ അത്ര പ്രയാസമുള്ളതായിരുന്നില്ല, എന്നാൽ അതുപോലെ തന്നെ എന്നാൽ വളരെ എളുപ്പമുള്ളതും ആയിരുന്നില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നാലും 60 മാർക്കിന് മുകളിലൊക്കെ സ്കോർ ചെയ്ത ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അവരവരുടെ മാർക്കുകളൊക്കെ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് 1ാം സ്റ്റേജിലും 2ാം സ്റ്റേജിലും എത്രയാകുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആകാംക്ഷയോടെയാണ് പല ഉദ്യോഗാർത്ഥികളും വരുന്നത്. അപ്പോൾ 1ാം സ്റ്റേജിലുണ്ടായ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണാം. എന്നാൽ 2ാം സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ ഈ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് പരമാവധി ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പരീക്ഷയാണ്. അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള തസ്തികകളിലാണ് PSC പ്രിലിമിനറി പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ പരീക്ഷ നടത്തുന്ന അവസരത്തിൽ ക്വസ്റ്റ്യൻ വളരെ ടഫുള്ള ക്വസ്റ്റ്യനുകളാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം കണ്ടെത്താൻ പല ഉദ്യോഗാർത്ഥികൾക്കും സാധിച്ചില്ല. എങ്കിലും പ്രതീക്ഷിച്ചാലും പല ഉദ്യോഗാർത്ഥികൾക്കും കൂടുതൽ നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിച്ചു. കണക്ക് വളരെ പ്രയാസമായിരുന്നു എന്ന് വളരെ ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ് അത് വളരെ പ്രയാസമുള്ള ചോദ്യങ്ങളായിരുന്നു ഫിസിക്കൽ സയൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് വരുത്തിയ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. ഒത്തിരി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാൻ പറയാറുണ്ട് നെഗറ്റീവ് മാർക്ക് വരാൻ പാടില്ല എന്ന് പലരോടും പറയാറുണ്ടെങ്കിൽ പോലും ഇന്നും ധാരാളം ഉദ്യോഗാർത്ഥികൾ നെഗറ്റീവ് മാർക്ക് വരുത്തിയിട്ടുണ്ട്. 85ഓളം ചോദ്യങ്ങൾ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇനി പ്രൊഫഷണൽ ആൻസർ കീ വരുമ്പോഴേ അറിയത്തുള്ളൂ എത്ര മാർക്ക് നെഗറ്റീവ് ഉണ്ടാവും എന്നതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ തെറ്റുകൾ 12ഉം 15ഉം തെറ്റുകളൊക്കെ വരുത്തിയ ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമുക്കറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുമ്പോൾ സാധാരണ മെയിൻ പരീക്ഷ എഴുതുന്ന പോലെ ആവരുത് പ്രിലിമിനറി പരീക്ഷയെ ഫേസ് ചെയ്യേണ്ടത്. പ്രിലിമിനറി പരീക്ഷയ്ക്ക് സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും പ്രിലിമിനറി പരീക്ഷയ്ക്ക് PSC ഉൾപ്പെടുത്തുക. കാരണം പരമാവധി ഉദ്യോഗാർത്ഥികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഉദ്യോഗാർത്ഥികളെ കുറച്ചു കൊണ്ടുവന്നാണ് മെയിൻ പരീക്ഷ നടത്തേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ PSCയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത്രയേറെ ദുഷ്കരമായിരിക്കും പൊതുവെ പ്രിലിമിനറി പരീക്ഷ. എങ്കിലും ഈ പ്രിലിമിനറി പരീക്ഷയുടെ 2ാം സ്റ്റേജിലും 60 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് എത്താനുള്ള സാധ്യത ഏറെയാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് പ്രിലിമിനറി പരീക്ഷ 2ാം സ്റ്റേജ്. അവിടെയും കട്ട് ഓഫ് മാർക്ക് 60 മുകളിൽ എത്താനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ എത്ര കണ്ട് ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കണം, മെയിൻ പരീക്ഷയ്ക്ക് PSC എത്ര പേരെയാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് മാർക്കിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് ഉയരാം അല്ലെങ്കിൽ താഴാം. കൂടുതലും ഉയരാനാണ് സാധ്യത വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരമാവധി ഉദ്യോഗാർത്ഥികളെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇനി ഇതിന്റെ തുടർ നടപടികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ഉടനെ തന്നെ ആരംഭിക്കുകയും ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ അവർക്ക് കിട്ടിയ മാർക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കും, ഓരോരുത്തർക്ക് ലഭിച്ച മാർക്കുകളെ സംബന്ധിച്ചൊക്കെ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.